എല്ലാവർക്കും ഒരു ഹായ്. പോയി എന്നാണ് പോകുന്നത് സോളാൻഡ് 2 എന്നാനിവിടെ എപ്പിസോഡ് 51 ഒക്കെ പോയി. എപ്പിസോഡിന്റെ അതിനെ വാങ്ങിട്ടങ്ങ് സോൾഡറിങ് അത് കംപ്ലീറ്റ് ആക്കി വന്ന് അത് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയാൻ പറ്റില്ല. റിയോ എംപയറിൽ നിന്ന് വരുമ്പോൾ കണ്ടുപിടി. അങ്ങനെയോ, എനിക്ക് കൊണ്ട് ഒരു സീക്രട്ട്. അത് പിന്നാകട്ടെ വാങ്ങിട്ടങ്ങനെ ദേഷ്യപ്പെടുപ്പിക്കുന്നതാണ്. ചുമ്മാ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഷൂനുവിനെ കാണിക്കുന്നു. അത് കണ്ട് അവളാകട്ടെ ഇതെന്താ ഇത്ര ക്യൂട്ട് ലെറ്റേഡുകൾ. ഷൂനു അവിടെ വന്ന് വിളിച്ചൊക്കെ നിൽക്കുമ്പോൾ വാങ്ങിട്ട് അങ്ങനെ ആട്ടെ അതിശയം അതിനായിട്ട് കളിപ്പിക്കുന്നു. അടുത്ത് വരുന്ന ബട്ടർഫ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ അത് ഹാപ്പി ആയിട്ട് കളിക്കുകയാണ്. എന്നേക്കാൾ കൂട്ട് നിന്നോടാണല്ലോ ഷൂനു, നിന്റെ അച്ഛനെ വേണ്ടേ. അതിട്ട് അച്ഛനോ, നീ എങ്ങനെ ഇവളുടെ അച്ഛനോ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ അത് പറയാനായിട്ട് തുടങ്ങി. വെളിയിലൊരു സൗണ്ട് സംഭവം ടായ് ട്രെയിനിങ് ചെയ്താണ്. ട്രെയിനിങ് വന്നിട്ട് നീ ആ തോറ്റതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കണം, ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. രണ്ടുപേരെയും തോൽപ്പിച്ചതിൽ വാങ്ങിട്ടൊന്നിന് ഷോക്ക്. അവന്റെ ടീച്ചറിൽ നിന്ന് കിട്ടിയത് വലിയൊരു ഉപകാരമുള്ളത് തന്നെയാണ്. ഇങ്ങനെയെങ്കിൽ സോൾവിസ്റ്റും സോൾ മാസ്റ്റേഴ്സിന് ഇടയിലുള്ള അത് ഇല്ലാതാക്കാൻ കഴിയും. അതിനുശേഷം അവർ തിരികെ പോകുന്നതാണ്. വാങ്ടോങ്ങിന് എന്തോ കൊടുക്കുന്നുണ്ട്. അവരോട് ഭയം പറഞ്ഞ് അവിടെ നിന്ന് പോയി. യുഹാവ അവരോട് ഭയം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. വാങ്ടോങ് ഒന്നും വിട്ടാതെ പോകുന്നുണ്ട്. യുഹാവയ്ക്ക് മനസ്സിലായില്ല. അവരുടെ സ്ഥലത്ത് നിന്നിട്ട് യുഹാവനോട് നമ്മൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആക്കുകയാണ്, നീ റിയോ എംപയറിലും ഞാൻ ഷ്രക്കിലും. അവന് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ വാങ്ടോങ് ചെറിയ ചമ്മലോടെ നീ തിരികെ വരുമ്പോൾ എൻ്റെ സിസ്റ്ററിനെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവന് സിസ്റ്ററോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവൻ പോയത് കണ്ട് മുൻപ് വാങ്ടോങ്ങിന്റെ അങ്കിൾസ് കൊടുത്തത് അതിനോടൊപ്പം അവൻ ടെസ്റ്റ് പാസ്സായി. ഇത് നിനക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വാങ്ടോങ്ങിനാണെങ്കിൽ നാണമായിരുന്നു. യുവാവോ നീ ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പോയ അവന്റെ തലയിൽ ആപ്പിളാണ്. ഇതെവിടെ നിന്ന് ന്യൂട്ടന്റെ തല വീഴാനുള്ളത് ആണല്ലോ എന്ന പോലെ പോയി. അതിനുശേഷം നീണ്ട 2 വർഷം അല്ല 2.5 വർഷം യുഹാവ് റിയോ എംപയറിൽ നിന്ന് പഠിക്കുന്നതാണ്. അവനോടൊപ്പം കുറച്ച് സ്റ്റുഡൻസ് കൂടി ഉണ്ട്. അവന്റെ ട്രെയിനിങ്ങും കൾട്ടിവേഷനൊക്കെ ഒരു വഴിക്ക് പോകുന്നുണ്ട്. അവൻ സോൾ ഗൈഡൻ ടൂൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ലെവൽ 6 നിന്ന് ലെവൽ 7 എത്തി. അങ്ങനെ പോകുന്നു. അവൻ സീനിയറൊക്കെ ആയി. ഇനി ഒരു ദിവസം കൂടെ ഉള്ളു ഷ്രക്കിലേക്ക് പോകാൻ. അതിന്റെ എക്സൈറ്റ്മെന്റ് അവനുണ്ട്. വെയ്സിനെ കാണാനായിട്ട് പോകുമ്പോഴാണ് വഴിയിൽ ട്യൂഷൻ അവൻ നിൽക്കുന്നേ. അവനോട് നീ നാളെ പോവുകയില്ലേ, അന്ന് നിന്റെ കൂടെ മത്സരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്നുകൂടി അവനായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ടാണ് വിളിച്ചത്. അവനും ഒക്കെ പറഞ്ഞു. അതിനുശേഷം അവർ വേറൊരു പ്ലേസ് മുളങ്കാട് ബാബു ഫോറസ്റ്റ് അങ്ങോട്ട് പോയി സോഡ് എടുത്ത് റെഡി. അതിനോടൊപ്പം അവന്റെ സ്പിരിച്വൽ പവർ കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ യുഹാവ ആ അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാരണം യുഹാവ ഒരു ടൈപ്പ് സ്പിരിച്വൽ ടൈപ്പ് സോൾമോസ്റ്റ് ആണല്ലോ. സോഡ് വെച്ച് സ്പിരിച്വൽ രൂപത്തിൽ വന്ന അറ്റാക്ക് അത് മാറി. കാരണം ജൂസിന്റെ സോഡ് ഇന്റൻഷൻ ആണ്. അത് അപ്പോഴേക്കും അടുത്തെത്തി. എന്നാൽ യുഹാവന്റെ ഷോനുവിന്റെ എംബറർ സോഡ് അത് ഉപയോഗിച്ച് എതിർത്ത്. അതോടെ സ്പിരിച്വൽ അറ്റാക്ക് നടന്നില്ല. അന്ന് കണ്ടത് വേറെ രീതിയിലാണല്ലോ സോഡ് ഇന്റൻഷൻ. കാരണം അവൻ 2 വർഷം കൊണ്ട് ഒരുപാട് ട്രെയിൻ ചെയ്ത് സോഡ് ഇന്റൻഷൻ അത് ഡീപ്പ് ലെവലിലെത്തി. ഇനി മറന്നു പോയവർക്ക് സോൾ പവർ സ്പിരിച്വൽ പവർ കൂടി ചേർന്ന് കമ്പൈൻ ചെയ്ത അതിനാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതവൻ സോഡ് ആയിട്ട് ഇടുന്നതുകൊണ്ട് സോഡ് ഇന്റൻഷൻ ഉപയോഗിക്കുന്നത്. യുഹാവ അന്ന് ഉപയോഗിച്ചത് ഗോൾഡൻസ് ആണ് എന്ന് പറയുന്ന ഒരു ഇന്റൻഷനാണ്, പുതിയൊരു സ്കില്ല്. അതവന്റെ ഇന്റൻഷൻ. പിന്നെ സ്പിരിച്വൽ ടൈപ്പിൽ അറ്റാക്ക് ഒരു വശത്ത് തമ്മിൽ നടക്കുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് അത് മറ്റൊരു വശത്ത് നടക്കുന്നു. ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും കണ്ടത് വെച്ച്. കാരണം ഇത് ഓൺ ഗോയിങ് ആയതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും രണ്ട് സമയത്തൊക്കെ കാണിക്കും. ഇത് കറക്റ്റ് ടൈം ഇന്നെങ്കിലേ അതിശയമുള്ളൂ. അങ്ങനെ കുറച്ചു നേരം മാത്രം നിന്ന ഫൈറ്റ് അത് കഴിഞ്ഞ് യുഹാവന്റെ സോഡ് അത് വളരെ ഷാർപ്പാണ്. അവനും ജോഷിന്റെ സോഡ് ഇന്റൻഷൻ അത് ഹാർട്ടിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ വളരെ പാടായിരുന്നു എന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ സോഡില്ലായിരുന്നെങ്കിൽ തോൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം വേറൊരു പ്ലേസിൽ അവർ ഫ്രണ്ട്ലി ടോൾക്ക് അവന്റെ ആ സ്കില്ലിനെ കുറിച്ച് സോഡിനെ കുറിച്ച് പറഞ്ഞു. ജോഷൻ തോറ്റെന്ന് പറയുമ്പോൾ ഇല്ല, നമ്മൾ ടൈ ആണ്, നീ നാളെ പോവുകയല്ലേ, നമ്മൾ ഇനി ഒരു ഫൈറ്റ് ചാൻസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഷ്രക്കിൽ എന്നേക്കാൾ സ്ട്രോങ് ആയവരുണ്ട്. എപ്പോൾ വേണമെങ്കിലും വെൽക്കം ചെയ്യുന്നുണ്ട്, വരാം. വെയ്സിനെ കാണാനാണ് വന്നത്. അത് ഓർത്ത് പറ്റിയ അയ്യോ മറന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് മാറി നിന്ന് ജെങ് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം വെയ്സിന്റെ അടുത്ത് അവൻ ഉണ്ടാക്കിയ ടൂൾ റിസർച്ച് അതെല്ലാം കണ്ട് ഹാപ്പി ആയിട്ട് അവനെ അഭിനന്ദിക്കുന്നു. അവനോട് നിന്റെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നാളെ പോവുകയില്ലേ. അവനും അവൻ ടാങ്ക് സെറ്റ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അവൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള സംസാരം. വെയ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന മെന്ററായിട്ട് നിന്നില്ലേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് പറയുകയാണ്. അവന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മനസ്സിൽ വെയ്സി അവന്റെ മെന്ററായിട്ടാണ് ടാങ്ക് സെറ്റ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവന് നന്നായിട്ട് സോൾ ഗൈഡിങ് ടൂൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും, മുന്നോട്ട് കൾട്ടിവേഷൻ കൊണ്ടുപോകാൻ കഴിയും. അവനോട് നീ എപ്പോഴും ടാങ്ക് സെറ്റിൽ ജോയിൻ ചെയ്യാനാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനെ ഇത്രയും നാള് ഒരു ഗോളിന് വേണ്ടിയാണ് ചെയ്യുക, അത് കാണിച്ചു തരാൻ എന്ന് എനിക്ക് ട്രസ്റ്റ് വേണം. മനസ്സിൽ സ്നോബോർഡ് സൈറ്റ് ചേർന്നപ്പോൾ അവന്റെ സ്പിരിച്വൽ പവർ അഡ്വാൻസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. അവനും അവന് ട്രസ്റ്റ് അത് വേണമെന്ന് പറയുമ്പോൾ വെയ്സി വാക്ക് കൊടുത്ത് അവന്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ഒരു കാര്യം കാണിക്കുന്നു. അതൊരു സോൾ ഗൈഡ് ടൂളാണ്. അതുകൊണ്ട് വെയ്സി ഷോക്കായി പോയി. ലെവൽ 9 അല്ലെങ്കിൽ ലെവൽ 8 സോൾ ടൂളോ ഇതൊരു ഷെല്ലാണ്. ഇത് ഉപയോഗിച്ച് സൺമൂൺ എംപയറിലെ അക്കാഡമി തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ഇത് കൂടുതലുള്ളത് റിയോ എംപയറിലെ മെയിൻ ആയിട്ടുള്ളവരുടെ കയ്യിലാണ്. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? അല്ല, ഇത് നീ എങ്ങനെയാണ് ഉണ്ടാക്കി? ആ കാനൂൺ അതിനെ കുറിച്ചാണ് പറഞ്ഞത്.
യുഹാവേ അതെ, എന്നാൽ എനിക്കിത് മാത്രമാണ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് വിശ്വസിക്കുന്നു. അത് ചോദിക്കുമ്പോൾ ലെവൽ 7 അതിൻ്റെ അവറ യൂണിക്കായതും പവർഫുള്ളും ആണ്. ഇത് ഫേക്കാകില്ല. യുഹാവും നെക്രോമൻസർ എബിലിറ്റി ഉപയോഗിച്ച് ഹൈഡ് ചെയ്തതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് അല്ല. അത് മനസ്സിലാക്കിയില്ല. അവന് 70 ലെവലായി അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും എന്നാണ് ആ സോളറെ ആ റയർ കല്ലൊക്കെ വെച്ചുണ്ടാക്കിയെന്ന അത് എന്ന് മനസ്സിൽ വിചാരിക്കണം. അവൻ ലെവൽ 7 അല്ലേ, നീ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ കാരണം ഞാൻ ടാങ് സെറ്റിലാണ്. ഇത് ഇമ്പോസിബിളായ ഒന്നല്ല. നീ ഒരുപാട് സർപ്രൈസ് തരുന്നുണ്ട്, എങ്കിലും എനിക്ക് പ്രോമിസ് ചെയ്യാൻ കഴിയില്ല. അവനോട് നീ അത് ഉണ്ടാക്കിയ പേപ്പർ റിസർച്ച് അത് തരികയാണെങ്കിൽ നിനക്ക് റിസർച്ചിൻ്റെ എന്താണെങ്കിലും തിരിച്ചു തരാം. യുഹാവ്, പക്ഷേ എനിക്ക് നിങ്ങളറിയാം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് സോൾ ടൂൾ ഉണ്ടാകാനാണ് എന്ന് നല്ലൊരു കാര്യത്തിനാണ്. എന്നാൽ ഇത്ര പവർഫുള്ളായ വെപ്പൺ റിയോംബറിനെ പോലും കടമെ പോലും തകർക്കാൻ കഴിയുന്ന ഈ കില്ലിംഗ് വെപ്പൺ, ഇത്തരമൊരു സിവിലിയൻ ടൂൾ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് മുൻപ് എപ്പോഴും തൻ്റെ റിസർച്ച് ആയിട്ട് കൊണ്ട് ജിങ്ങിൻ്റെ അടുത്ത് പോയപ്പോൾ ജിങ് പറയുന്നത് അവർക്ക് വേണ്ടത് നോർമൽ അറ്റാക്കിംഗ് വെപ്പണല്ല, ഒറ്റയടിക്ക് തകർക്കാൻ കഴിയുന്ന സിവിലിയൻ വെപ്പൺസ് ആണ്. അത് പതുക്കെയിലും മതി, സംഭവം അത് വാറിന് ഉപയോഗിക്കാനാണ് എന്നത് മനസ്സിലായി. എനിക്ക് ഒരുപാട് ആൾക്കാർ മരിക്കും, അത് ബേസിക്ക് അറിയാം, എന്നാൽ അതിനോട് താല്പര്യമില്ല, എങ്കിലും ചെയ്തേ മതിയാകൂ. യുഹാവനോട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റി സോഷ്യാലിറ്റിയുടെ എവല്യൂഷനാണ് ഈ സോൾ ടൂൾ. എന്നാൽ ഈ സോൾ ടൂൾ ഏറ്റവും സോൾ മാസ്റ്റേഴ്സ് കൂടി യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിരിക്കും എന്ന് സാധാരണ ഓർഡിനറി മാസ്റ്റേഴ്സ് ഇത് കാരണം പണി കിട്ടുമെന്ന്. ടാങ് സെറ്റ് ഒരിക്കലും അങ്ങനെ ആക്കില്ല. അവരുടെ സോൾ ടൂളും അതുപോലെ അവരുടെ വെപ്പൺസ് അത് കമ്പയർ ചെയ്ത് പുതിയ വെപ്പൺസ് ഉണ്ടാക്കും. അത് വളരെ പവർഫുൾ ആയിരിക്കും. ഒരു സാധാരണ ആൾക്കാരുടെ കയ്യിൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയും. ഒരു സർവൈവ് ചെയ്യാൻ സോൾ മാസ്റ്റേഴ്സിന് സർവൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കും. അതൊട്ട് ടാങ് സെറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശുഭപ്രതീക്ഷ 100% വിജയം. മായ ജിങ്ങിനോട് നാളെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി നല്ല കാര്യം. അവർ പോകുന്നത് വരെ റിയോംബറിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്തോ വലുത് വരാനുള്ള പ്ലാനാണെന്ന് മനസ്സിലാക്കാൻ യുഹാവോ നിനക്കെന്തോ ഒരു പണി വരുന്നുണ്ട്. ഷിയോയുടെ കാര്യം എന്തായോ അത് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ അവിടെ ചെയ്യൊരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണെന്ന് അടുത്ത എപ്പിസോഡ് കണക്ക്. ബൈ.